കലത്തപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 250 ml ഒരു കപ്പ് പച്ചരിയാണ് എടുത്തിട്ടുള്ളത്. കഴുകി വെള്ളത്തിലിട്ടതാണ്. 2 മണിക്കൂർ അല്ലെങ്കിൽ 3 മണിക്കൂറെങ്കിലും അരി വെള്ളത്തിൽ കടന്നിട്ടൊന്ന് കുതിർന്ന് വരണം. അതോളം നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ അരിയൊക്കെ നന്നായി കുതിർന്ന് വന്നിട്ടുണ്ട്. അരിയിലെ വെള്ളം ഊറ്റി കളഞ്ഞതിന് ശേഷം നമുക്ക് മിക്സിയുടെ ഒരു ജാറിലേക്ക് മാറ്റാം. ഒരു ജാറിലേക്ക് അരി ഇട്ട് കൊടുക്കുകയാണ്. ഇനി അതിലേക്ക് ഒരു ചെറിയ സ്പൂണ് ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചെറിയ ജീരകമാണ്. 3 ഏലക്കായ് 3 ഇനി അതിലേക്ക് 3 സ്പൂണ് ചോറ് ചേർത്ത് കൊടുക്കണം. ഇനി അതിലേക്ക് ഈ സ്പൂണിന് 3 സ്പൂണ് ചോറ് എടുത്തിട്ടുണ്ട്. ഇതിട്ട് കൊടുക്കുകയാണ്. കാൽ സ്പൂണ് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് അരച്ചെടുക്കാം. 250 ml ഒരു കപ്പാണ് നമ്മൾ അരി എടുത്തത്. അപ്പോൾ 250 ml ഒരു കപ്പ് വെള്ളമാണ് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നത്. ഇനി അരച്ചെടുക്കാം. ഇനി അരച്ചെടുക്കട്ടെ. തരിയൊന്നും ഇല്ലാതെയാണ് നമുക്ക് അരച്ചെടുക്കേണ്ടത്. നന്നായി അരച്ചെടുക്കണം. തരിയൊന്നുമില്ലാതെ നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. അരി അരച്ചത് നമ്മളൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്കുള്ള ശർക്കര മെൽറ്റ് ചെയ്തെടുക്കാം. ഇതിലേക്ക് 3 ശർക്കരയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഇനി അതിലേക്ക് 250 ml അര കപ്പ് വെള്ളം ഒഴിച്ച് ശർക്കര ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കട്ടെ. ശർക്കര മെൽറ്റ് ചെയ്തെടുക്കട്ടെ. ഇപ്പോൾ നമ്മുടെ ശർക്കര തിളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട്. മുഴുവനും മെൽറ്റായി വരട്ടെ. അതോടെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ ശർക്കര മുഴുവനായും മെൽറ്റായി വന്നിട്ടുണ്ട്. ഒരു പൊട്ടുപോലും ഇപ്പോൾ ഇതിലില്ല. മുഴുവനും മെൽറ്റായി വന്നു. ഇനി നമുക്കിത് മാവിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ചൂടാറാനൊന്നും നിൽക്കണ്ട. അതിൻ്റെ മുമ്പായിട്ട് തന്നെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ശർക്കരപ്പാനി മാവിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ചൂടോടെ തന്നെയാണ് നമ്മളിത് ഒഴിച്ചു കൊടുക്കുന്നത്. ഇത് നന്നായി ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ നമ്മുടെ മാവ് വെന്ത് പോവും. നല്ല പോലെ ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂണ് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പൊങ്ങി വരാനും ആരെടുത്ത് വരാനൊക്കെ വേണ്ടിയിട്ടാണ്. അപ്പോഴാണ് നമ്മുടെ കലത്തപ്പത്തിന് നല്ല പോലെ ആരെടുത്ത് വരിക. അതിന് വേണ്ടിയിട്ടാണ് ബേക്കിംഗ് സോഡ ചേർക്കുന്നത്. ഗ്യാസിലൊരു കുക്കർ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നെയ്യ് ഒഴിച്ച് കൊടുക്കുകയാണ്. വെളിച്ചെണ്ണയിലും ചെയ്തെടുക്കാം. ഞാനിവിടെ നെയ്യാണ് ഒഴിച്ച് കൊടുക്കുന്നത്. ഇനി അതിലേക്ക് കുറച്ച് തേങ്ങ ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ചെറുതായി. ഇതിട്ട് കൊടുക്കുകയാണ്. തേങ്ങാക്കൊത്ത് ബ്രൗൺ കളർ ആവോളം നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. തേങ്ങാക്കൊത്ത് ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി നെയ്യിൽ നിന്നും കോരി എടുക്കട്ടെ. നെയ്യിൽ നിന്നും കോരി എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് ചെറുള്ളി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിട്ട് കൊടുക്കുകയാണ്.
ചെറുള്ളി അതുപോലെ ബ്രൗൺ കളർ ആവോളം നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ചെറുള്ളി ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. കോരി മാറ്റട്ടെ എണ്ണയിൽ നിന്ന്. ചെറുള്ളി തേങ്ങാക്കൊത്ത് ഇതുപോലെ ബ്രൗൺ കളറായപ്പോൾ നെയ്യിൽ നിന്ന് കോരി മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിത് കുറച്ച് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. മുഴുവനായും ചേർത്ത് കൊടുക്കണില്ല, പകുതിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ചെറുള്ളി ഇട്ട് കൊടുത്തു. ഇനി തേങ്ങാക്കൊത്ത് പകുതി നമ്മൾ ഈ പ്ലേറ്റിൽ തന്നെ മാറ്റി വെക്കുകയാണ്. ഇനി നന്നായി ഇളക്കി കൊടുക്കുക. ഇപ്പം നമ്മുടെ കുക്കർ നല്ല പോലെ ചൂടായിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മുടെ മാവ് ഒഴിച്ച് കൊടുക്കുകയാണ്. മാവ് മുഴുവനായി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ച തേങ്ങാക്കൊത്തും ചെറുള്ളിയും ഇട്ട് കൊടുക്കുകയാണ്. ഇനി നമുക്ക് ഫ്ലെയിം സിമ്മിലാക്കി വെക്കാം. ഇനി കുക്കർ അടച്ച് വെക്കുകയാണ്. കുക്കറിൻ്റെ വിസിൽ നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനി ഒരു 12 മിനിറ്റൊക്കെ ഗ്യാസിൽ ഇരിക്കട്ടെ. അപ്പോഴേക്കും നമ്മുടെ കുക്കറിൽ കലത്തപ്പം റെഡി ആയി വരും. ഇത് മൊട്ടി പിടിക്കണില്ല. അപ്പം നമ്മുടെ കലത്തപ്പം വേവ് റെഡി ആയിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫാക്കാം. ചൂടാറിയതിന് ശേഷം നമുക്ക് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ അടിപൊളി കലത്തപ്പം ഇവിടെ റെഡി ആയി കിട്ടിയിട്ടുണ്ട്. സോഫ്റ്റ് കലത്തപ്പാണ്. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതിനൊന്നും മറക്കരുത്. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം ഇൻഷാ അല്ലാഹ്. അപ്പോൾ കലത്തപ്പം ഒന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം. സോഫ്റ്റ് കലത്തപ്പാണ്. തണുത്തതിന് ശേഷം നമ്മുടെ കലത്തപ്പം കട്ട് ചെയ്തതാണിത്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതിനൊന്നും മറക്കരുത്. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം ഇൻഷാ അല്ലാഹ്.